ടീച്ചർമാരുമായിട്ടുള്ള റിപ്പോർട്ടുകൾ ചർച്ചയിൽ ഞാൻ പറഞ്ഞു, ഇവിടെ ചിലർ എല്ലാവരെയും ഒരുപോലെ കാണാൻ പ്രേരിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗത്തിൽ മുസ്ലിം ജനവിഭാഗം എല്ലാം വർഗീയവാദികളാണെന്ന സ്റ്റൈലിലാണ് സംസാരിക്കുന്നത്. മുസ്ലിം പേര് കേട്ട ഉടനെ മോശക്കാരാണ്, ഇന്ത്യൻ പൗരത്വത്തിന് അർഹതയില്ല എന്ന മട്ടിൽ സംസാരിക്കുകയാണ്. മുസ്ലിങ്ങളെല്ലാം എന്താ വർഗീയവാദികളാണ്. ഇത് മലബാറിലെ ഒരു രീതിയാണ്. ചോദ്യത്തിന് അപ്പുറം ഒരു ചോദ്യചിഹ്നമുണ്ട്. മലബാറിലെ ഇതെന്താ മോശക്കാരനാ എന്ന് ചോദിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ മാർക്ക് എടുത്തു കളഞ്ഞാൽ എന്താവും? മലയാളത്തിൽ മോശക്കാരനാണ് അല്ലേ? അത് ആ ക്വസ്റ്റ്യൻ മാർക്ക് ഉപയോഗിച്ചിട്ട് ശൈലജ ടീച്ചർ മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണെന്ന് പറഞ്ഞു. നോക്കണം, മുസ്ലിം ജനവിഭാഗത്തിൽ ഒരു വർഗീയത ഇല്ലാത്ത ആളെ മനസ്സിലും ശൈലജ ടീച്ചറോട് എത്ര ദേഷ്യം വരും. ഇങ്ങനെ പറഞ്ഞു. രണ്ടാമത്തത്, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സുന്നി വിഭാഗം ഇടതുപക്ഷത്തിന് സപ്പോർട്ടാണെന്ന് കരുതി വല്ലാണ്ട് വിഷമിച്ചിരിക്കുന്ന ചിലരുണ്ടായിരുന്നു. അവരെ ഇലക്ഷന് ജയിക്കാൻ വേണ്ടി അതിന് സൂത്രധാരത്വം വഹിക്കുന്ന ചെറുപ്പക്കാരെ നിങ്ങൾക്ക് അറിയാം. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞില്ലെങ്കിലും കാന്തപുരത്തിൻ്റെ ഒരു ലെറ്റർ ഹെഡ് ഉണ്ടാക്കി. എന്നിട്ട് അതിനകത്ത് ഈ ടീച്ചർ നമ്മുടെ സമൂഹത്തിനും സമുദായത്തിനും എല്ലാം എതിരാണ്, കേട്ടില്ലേ? അതുകൊണ്ട് ഈ ടീച്ചറിന് ഈ വിഭാഗത്തിൽപ്പെട്ട ആരും വോട്ട് ചെയ്യരുത്, പച്ചക്ക്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഞാൻ അപ്പോൾ തന്നെ ഫോണെടുത്ത് അദ്ദേഹത്തെ വിളിച്ചു. അല്ല, ഇതെന്താണ് ഇങ്ങനെ? ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ശത്രുവായിട്ട് മാറിയത് അല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ ഞാനത് ശ്രദ്ധിച്ചേ ഇല്ല, ഞങ്ങൾ ആരും ഇവിടുന്ന് ടീച്ചറിന് തോന്നുന്നുണ്ടോ ഞങ്ങൾ എങ്ങനെയെന്ന് കൊടുക്കുമെന്നുള്ളത്? ഇപ്പൊ തന്നെ നിഷേധിച്ചുകൊണ്ട് നിഷേധക്കുറിപ്പ് തുറക്കാം. സത്യം പറഞ്ഞാൽ നിഷേധക്കുറിപ്പ് കൊടുത്തു. ഞങ്ങളുടെ ഇവിടുന്ന് വന്നതല്ല, കൃത്രിമമായി. ഇങ്ങനെ കൃത്രിമമായി സൃഷ്ടിക്കുന്ന ഒരു രീതി മുമ്പുണ്ടായിരുന്നില്ല. ഇതെവിടെയൊക്കെ പോകുന്നു? ഇത് കടലാസിൽ അച്ചടിച്ചിട്ട് പ്രചരിപ്പിക്കലല്ല. ഓരോ സമുദായ വിഭാഗത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി, വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കി അതിലേക്ക് പറഞ്ഞേക്കുകയാണ്. എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങൾ ഡിലീറ്റ് ചെയ്യും. വ്യാജ ID ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ഈ സാധനം പ്രചരിപ്പിക്കുക. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രചരിപ്പിച്ച ആളെ പിടികൂടുണ്ടെങ്കിൽ വല്ലാണ്ട് പാടുള്ളൂ. അതുകൊണ്ട് സൈബർ വിങ്ങിനും എളുപ്പത്തിൽ പിടിക്കാൻ പറ്റും. പക്ഷേ ആശയം ഇത് മറ്റേ ജീവൽസീൻ സിദ്ധാന്തമാണ്. സമൂഹത്തിനൊക്കെ നല്ലോണം പ്രചരിച്ചു. ഈ ശൈലജ ടീച്ചർ നമ്മൾ വിചാരിച്ച ആളൊന്നുമല്ല, കേട്ടില്ലേ? ഇതാ ഉസ്താദ് അടക്കം പറഞ്ഞിരിക്കുന്നു മോശമാണെന്ന്. ആ നിഷേധക്കുറിപ്പ് അങ്ങനെ പ്രചരിപ്പിക്കാൻ നമുക്ക് സാധിച്ചോ? നമുക്ക് സാധിക്കും. നമ്മുടെ ഈ രംഗത്ത് ഇടതുപക്ഷ ആശയമുള്ളവർ, പുരോഗമനവാദികൾ, നേരെവോ എന്നുള്ള ചിന്തയായതുകൊണ്ട് നമ്മൾ ഇതിനെ അങ്ങനെ കീഴടക്കിയിട്ടില്ല. ഇപ്പോഴും ഈ നവമാധ്യമത്തിൽ അതേ ആശയത്തിൽ പ്രചരിപ്പിക്കണമെന്നല്ല, പക്ഷേ നുണ പ്രചരിപ്പിക്കാനും അസത്യം മാത്രമല്ല അബദ്ധജടിതമായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കാനും നവമാധ്യമങ്ങളെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുന്നു. അത് നമ്മൾ കണ്ടതായിട്ടുണ്ട്. നമ്മൾ നല്ല കരുത്താർജിച്ചുകൊണ്ട് നല്ല ഭാഷയിൽ അതിനെല്ലാം അപ്പോൾ മറുപടി പറഞ്ഞു അതിനെ നല്ല രീതിയിലും ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകണം. പക്ഷെ ഒരു കാര്യമുണ്ട്, സത്യത്തിന് ചൊല്ലുണ്ടല്ലോ, സത്യം ചെരുപ്പിട്ട് ഇറങ്ങുമ്പോഴേക്കും നുണ 1000 കാത സഞ്ചരിച്ചിട്ടുണ്ടാവുമെന്ന്. അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇടപെടൽ ഈ സമൂഹത്തിൽ ഉണ്ടാവണം. എന്ന് വെച്ചാൽ നമ്മൾ രണ്ടടി പിന്നോട്ട് നിന്നിട്ട് മുന്നോട്ടേക്കായണം. എങ്കിൽ മാത്രമേ ഇതിനെല്ലാം കീഴടക്കാൻ. പക്ഷെ നമ്മൾ തോറ്റു കൊടുക്കുന്നില്ല. നമ്മളും സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് ഒറ്റ നുറമടയാനില്ല. സത്യം പറയുന്നവരായിട്ട് സമൂഹത്തിൽ ഒരുപാട് ചെറുപ്പക്കാരെ മാറ്റിയെടുത്തുകൊണ്ട് മാത്രമേ നവമാധ്യമങ്ങളുടെ കുതന്ത്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂ. അതെല്ലാം ഉപയോഗിക്കുന്ന ഭാഷകളുമൊക്കെ വളരെ മോശമായിട്ടുള്ള, അതൊന്നും ആരും ആ രീതിയിൽ വ്യക്തിഹത്യക്ക് ഉതകുന്ന രീതിയിൽ പ്രയോഗിക്കരുത്. മനുഷ്യൻ തെറ്റ് ചെയ്താൽ അത് വിളിച്ചു പറയാം. ഇത് നമ്മുടെ നാട്ടിലൊരു കലയായിട്ട് തെരഞ്ഞെടുപ്പൊക്കെ ജയിക്കാനുള്ള തന്ത്രമായിട്ട് മാറുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ചെറുപ്പക്കാരെ നല്ല ധാരണയുള്ളവരാക്കി മാറ്റി ഈ നവമാധ്യമങ്ങളെ തന്നെ നമുക്ക് ശരിയാവുക. എന്നാൽ ഇത് കണ്ടാൽ ഇത് തെറ്റാൻ തോന്നുന്ന ഒരാൾ പ്രതികരിക്കുന്നുണ്ടോ ചിലർ? അപ്പോഴാണ് എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല, ഞാൻ വെറുതെ പ്രതികരിച്ചിട്ട് അപകടം ഉണ്ടാക്കണ്ട എന്ന മറ്റും അങ്ങനെ മാറി നിൽക്കാതെ ശക്തമായി പ്രതികരിക്കുന്ന ആളുകളെ കൊണ്ട് നിറയണം ഈ സമൂഹം. അപ്പോൾ മാത്രമേ ഈ വൃത്തികേടുകളുടെ ആധിപത്യത്തെ ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. പണമുള്ളവർ വിലക്ക് വാങ്ങുന്നുണ്ട്, അതൊന്നും നമുക്ക് സാധ്യമായ കാര്യമല്ല. പണം കൊടുത്തിട്ട് റീച്ചുള്ള മാധ്യമങ്ങളെ വിലക്ക് വാങ്ങിയിട്ട് അതിനകത്തൂടെ അബദ്ധങ്ങൾ പ്രചരിപ്പിക്കുന്ന ഏർപ്പാടുമുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ രംഗത്ത് ഉണ്ടാവണം. നല്ല വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ നമ്മുടെ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് അസോസിയേഷൻ ഉണ്ടാവണം. പുരോഗമനാശയങ്ങൾ അതിലൂടെ പ്രചരിപ്പിക്കണം. ജനാധിപത്യം എന്താണെന്ന് പ്രചരിപ്പിക്കണം. നിങ്ങൾക്കൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ സാമൂഹ്യ പ്രവർത്തനമാണത്. ഇത്തരം ആരോപണങ്ങൾക്ക് മറുപടി പറയാനും നമുക്ക് സാധിക്കും. അപ്പോൾ അത് ഒരായുധമാണ്. ആ ആയുധത്തെ ശത്രുവിൻ്റെ കയ്യിൽ, സമൂഹത്തെ നശിപ്പിക്കുന്നവരുടെ കയ്യിൽ വിട്ടുകൊടുക്കാനുള്ളതല്ല, നമ്മൾ ഉപയോഗപ്പെടുത്താനുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. പോരാട്ടങ്ങൾ നടത്തിയത്. പക്ഷെ ഇന്ന്
രാഷ്ട്രീയവാദ വലതുപക്ഷ ചിന്തകളുടെ പിടിമുറുക്കല്, തീവ്ര മതവിശ്വാസം, അതുപോലെ അന്ധവിശ്വാസങ്ങളും സമൂഹം പിന്നെയും പുറകോട്ട് പോവുകയാണ് ചെയ്തത്. പ്രത്യേക യുവതലമുറയ്ക്കിടയിൽ ഇതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എന്ത് രീതിയിൽ മുന്നേറ്റം വേണ്ടിയാണ്? നല്ല രാഷ്ട്രീയവൽക്കരണം അല്ലാതെ എളുപ്പമുള്ളൊരു മരുന്നല്ലത്. എന്നാൽ നമുക്ക് ഈ നല്ല പുരോഗമനാശയങ്ങൾ വളരെ ശക്തമായ സമൂഹത്തിൽ പ്രചരിച്ചത് സോവിയറ്റ് വിപ്ലവത്തോടുകൂടിയായിരുന്നു. റഷ്യയിൽ ഇടതുപക്ഷ ആശയക്കാർ ചേർന്ന് സാർ ചക്രവർത്തിമാരുടെ ഭരണം അവസാനിപ്പിച്ച് ഒരു പുതിയ സമൂഹം കെട്ടിപ്പടുത്തു. പ്രകടമായുള്ള മാറ്റമായിരുന്നു. ഭക്ഷണമില്ലാത്ത എല്ലാവർക്കും ഭക്ഷണം, നല്ല വസ്ത്രം, പാർപ്പിടം, കുട്ടികൾക്ക് കളിക്കാനിടങ്ങൾ, കുട്ടികൾക്ക് സ്വതന്ത്രമായി വളർന്നു വരാനുള്ള വളരെ കൗതുകകരമായിട്ടുള്ള അന്തരീക്ഷങ്ങൾ, എല്ലാവർക്കും ജോലിയുള്ളവർക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കൂലി. എന്നിട്ട് അതിൽ അതെല്ലാം ചെയ്തുകൊണ്ട് ഈ ലോകത്തിലേക്ക് ബഹിരാകാശത്തേക്ക് മനുഷ്യനെ അയക്കാൻ മാത്രമുള്ള ശാസ്ത്ര സാങ്കേതിക വളർച്ച നല്ല പ്രതീക്ഷയായിരുന്നു. അപ്പോൾ കുറേ രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള ആശയങ്ങളെല്ലാം ദൂരെ കടന്ന് സോഷ്യലിസ്റ്റ് ആശയഗതികളുടെ വക്താക്കളായി നമ്മുടെ നാട്ടിലും ആ വലിയ മാറ്റം ഉണ്ടാകണം, വലിയ പ്രതീക്ഷയോടെ വന്നു. പക്ഷേ സോവിയറ്റ് റഷ്യയിലെ ഭരണം അട്ടിമറിക്കപ്പെട്ടു, ഛിന്ന ഭിന്നമാക്കപ്പെട്ടു റഷ്യ. അതുണ്ടാകും, പ്രതിവിപ്ലവമൊക്കെ ഉണ്ടാകും. പക്ഷെ നല്ല ഉറച്ച സോഷ്യലിസ്റ്റ് ആശയഗതിക്കാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കുമാണ് അതെല്ലാം തിരിച്ചു വരും. അതെല്ലാം തകർക്കപ്പെട്ടാലും ഈ വിപ്ലവത്തിൻ്റെ ആശയങ്ങൾക്ക് മരണമില്ല എന്നൊക്കെ വിശ്വസിക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് പേരെന്തായാലും ഹതാശരായി, ഇനി ഇതൊന്നും തിരിച്ചു വരില്ല. അപ്പോൾ ആരാണ് ഈ മോശമായിട്ടുള്ള കാര്യങ്ങൾക്ക് എതിര് നിൽക്കാൻ? പിന്നെ ഒരുതരം ആശങ്കയും അസ്ഥിരതയും ഒക്കെ സമൂഹത്തെ ബാധിച്ചു. അതുകൊണ്ട് മാത്രമല്ല, ഒരു ചെറിയ കാരണം അതുകൂടിയായിട്ട് മാറിയിട്ടുണ്ടാവണം എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇന്ന് ലോകം പറഞ്ഞു തുടങ്ങി, ദർ ഈസ് നോ ആൾട്ടർനേറ്റീവ് അതർ ദാൻ സോഷ്യലിസം. സോഷ്യലിസം ഈസ് ദ ഓൺലി ആൾട്ടർനേറ്റീവ്. സോഷ്യലിസം മാത്രമേ പ്രതിവിധിയുള്ളൂ. എന്താ സോഷ്യലിസം? എല്ലാവരും അധ്വാനിക്കുക, അധ്വാനത്തിനനുസരിച്ച് എല്ലാവർക്കും കൂലി കിട്ടുക, ജാതി മത വൈരാഗ്യങ്ങളില്ലാതെ മനുഷ്യർക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുക, ഭക്തിയും വിശ്വാസവും എല്ലാം അവനവൻ്റെ സ്വകാര്യ ആവശ്യകതകളാണ്. അതിന് മേധാവിത്വം വരാതിരിക്കുക. അതിന് മേധാവിത്വം വന്നാൽ പരസ്പരം കലഹം ഉണ്ടാകും. അതുകൊണ്ട് ഒരു സോഷ്യലിസ്റ്റ് സമൂഹത്തെ കെട്ടിപ്പടുത്ത് കൊണ്ടുവന്നാൽ മാത്രമേ ഇന്ന് കാണുന്ന ഛിദ്രവാസന അവസാനിപ്പിക്കാൻ പറ്റൂ. പക്ഷേ അതിനിടയിൽ മറ്റേ കൂട്ടർ വെറുതെ ഇരിക്കുകയല്ല ഇരുട്ടിന്റെ ശക്തികൾ. അവരുടെ അധികാരം നിലനിർത്താൻ സോഷ്യലിസം പറഞ്ഞാലൊന്നും ആളെ കിട്ടില്ല. അവർക്ക് ആളെ കൂട്ടാൻ കഴിയുന്നത് വിശ്വാസത്തിന്റെ പേരിലാണ്. വിശ്വാസത്തിന്റെ പേരിൽ ആളെ കൂട്ടേണ്ടുന്ന ആർക്കും ഒരു എതിർഭാഗത്ത് ഒരു ശത്രുവാണ്. ആ ശത്രു മറ്റു മതസ്ഥരാണ്. അതുകൊണ്ട് ഈ മതക്കാര് മറ്റേ മതക്കാരെല്ലാം മോശക്കാരാണ്. അവിടെ അതിർത്തിയിൽ ലഹളയല്ല, വെടിവെപ്പുണ്ടായല്ല. ഭീകരവാദികൾ വന്ന 10-20 ആളുകളെ കൊന്നുകളഞ്ഞല്ലോ. അപ്പൊ എന്താ പ്രചരിപ്പിച്ചത്? മുസ്ലിങ്ങളാണ് വന്നിട്ട് കൊന്നത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ മുസ്ലിം പേരുള്ള സകലരെയും ഇപ്പൊ തന്നെ ശരിയാക്കണം എന്നുള്ള പോസ്റ്റർ വന്നു. നിങ്ങൾക്കറിയോ? നവമാധ്യമങ്ങളിൽ തുണി പൊക്കി നോക്കിയിട്ടാണ് അവിടെ വെടിവെച്ചത് എന്നുള്ള പ്രചരണം വന്നു. എന്നിട്ട് ഇവിടെയും അങ്ങനെ തന്നെ ചെയ്തിട്ട് ആ കൂട്ടത്തിൽപ്പെട്ടവരെ കൊല്ലണം. അതിന് ലേശം ഒരു ശമനം കിട്ടിയത് എറണാകുളത്ത് നിന്ന് കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മകൾ. അവർ ഇടതുപക്ഷ കുടുംബമൊന്നുമല്ല. പക്ഷെ ആ പെൺകുട്ടി, ഞാൻ പോയിരുന്നു ആ പെൺകുട്ടിയെ കാണാൻ. ആ പെൺകുട്ടി പറഞ്ഞു, എൻ്റെ അച്ഛൻ അവിടെ വെടിയേറ്റ് മരിച്ചു ഭീകരവാദികളാണ്. എന്നാൽ ആ കാശ്മീരിൽ നിന്ന് എനിക്ക് 2 സഹോദരങ്ങളെ കിട്ടി. 2 പേരും മുസ്ലിം യുവാക്കളാണ്. അത് പറഞ്ഞപ്പോൾ ആ വല്ലാത്ത ആ പ്രചരണത്തിന് ചെറിയൊരു ആശ്വാസമായി. അല്ലെങ്കിൽ കണ്ണിൽ കാണുന്ന മുസ്ലിം പേരുള്ള എല്ലാവരും ഈ വെടിവെപ്പിന് ഉത്തരവാദിയാണ് എന്ന ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുകയാണ് നവമാധ്യമങ്ങളിലൂടെ. അപ്പൊ അതാണ് അപകടകരമായിട്ടുള്ള ആശയങ്ങൾ സമൂഹത്തിലേക്ക് എത്ര വേഗം വ്യാപിക്കുന്നു. ആ വ്യാപനത്തെ തടയാൻ എന്തേ മാറുള്ളൂ? നല്ല വിദ്യാഭ്യാസവും വിവരമുള്ള ആളുകൾ പഠിച്ച് അതിനെതിരായിട്ട് നിൽക്കുക. വീട്ടിൽ വന്ന് സ്വന്തം മതത്തിൽപ്പെട്ട ഒരാൾ ഇങ്ങനെയാണ് നമ്മുടെ മതത്തിനെ മറ്റവർ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അങ്ങനല്ല, അവിടെ ഭീകരവാദികൾ ആക്രമിച്ചു. ആ ഭീകരവാദികളെ ചെറുക്കാൻ എല്ലാ മതത്തിലുമുള്ളവർ ഒരുമിച്ച് ചേർന്ന് നിൽക്കുകയാണ് വേണ്ടത്. കണ്ടില്ലേ, അവിടെ അക്രമം വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ചാടി വീണ് എന്തായി ചെയ്യുന്നത് നിർത്തുമെന്ന് പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരനെയും ഭീകരവാദി വെടിവെച്ചു. അതൊരു ആദിൽ മുഹമ്മദായിരുന്നു. അവൻ മുസ്ലിമാണ്. അപ്പോൾ ഒരു മുസ്ലിമാണ് അവിടെയുള്ള ബാക്കിയുള്ളവരെ രക്ഷിച്ചത്. അതെന്താ പ്രചരിപ്പിക്കാത്തത്? അത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് എന്നെയൊക്കെ ഭയങ്കരമായിട്ട് ആക്രമിച്ചിട്ട് പോസ്റ്റ് ഇട്ടു വഴിയിൽ. എപ്പോഴും ഇവരുടെ കൂടെ നിന്നിട്ട് വാദിക്കുന്നത് കൊണ്ടാണ്, സ്വന്തം മതത്തെ കാണാത്തത് കൊണ്ടാണ് കുഴപ്പത്തിന് കാരണം എന്നെല്ലാം പറഞ്ഞ് അധിക്ഷേപിച്ച് ചീത്ത പറഞ്ഞ് പോസ്റ്റ് ഇട്ടു. അതിലൊന്നും കുരുങ്ങിപ്പോകരുത്. നമ്മുടെ മനസ്സിന്റെ 4 അയലത്ത് അത്തരത്തിലുള്ള മതവർഗീയത തീണ്ടരുത്. നമ്മുടെ ഇവിടെ ഇരിക്കുന്നവരുടെ മാത്രമല്ല. ഇപ്പൊ തന്നെ ഇവിടെ ബലം കുറഞ്ഞു കുറച്ചാളുകൾ. ഇനിയിപ്പം നാട്ടിൽ പോയിട്ട് നമ്മുടെ പരിചയമുള്ളവരോട് സംസാരിക്കുമ്പോഴും അത്തരത്തിലുള്ള പരാമർശം ഇത് പ്രചരിപ്പിക്കണം. നോക്കൂ, അവിടെ പെൺകുട്ടിയെ രക്ഷിച്ചത് 2 മുസ്ലിങ്ങളല്ലേ. പിന്നെ നിങ്ങളെന്താ മുസ്ലിങ്ങളെല്ലാം കുഴപ്പക്കാരാണ്
ഹിന്ദു വർഗീയവാദത്തിനും എതിരാണ്. വർഗീയതയില്ലാത്തൊരു മനസ്സ്, ജാതി ഭ്രാന്തില്ലാത്ത, ഞാൻ ജാതിയുടെ കുറച്ചതാണ് പറഞ്ഞത്. സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഗുരുദേവൻ മോശക്കാരനായിരുന്നില്ലല്ലോ. നരജാതിക്ക് ഒരു ജാതി, ജാതി ഗൗതം ഗവാമെത. പശുവെല്ലാം പശുവാണ്, മനുഷ്യരെല്ലാം മനുഷ്യരാണെന്ന് പറയാൻ എന്തൊരു പേടിയാണ് ആളുകൾക്ക്. എന്നാലും ജാതിയും മതവും ഇല്ലേ ടീച്ചറെ എന്ന് എന്നോട് ചോദിക്കുന്ന ആളുകളുണ്ട്. എന്തിനാണ് അങ്ങനെ ജാതിയും മതം? ചിലപ്പോൾ സ്കൂളിൽ സർട്ടിഫിക്കറ്റിൽ എഴുതാറുണ്ട്. കാരണം ചില ജാതി പിന്തള്ളപ്പെട്ടു പോയതുകൊണ്ട് അവരുടെ ആനുകൂല്യങ്ങൾ ഉണ്ട്. അത് പൂർണ്ണമായിട്ട് എടുത്തു കളയാൻ സമയമായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ജാതി എഴുതുന്നുണ്ട് അതിനകത്ത്. അതിലെ പരം ഈ ജാതിക്ക് എന്തുണ്ട്, മതത്തിന് എന്തുണ്ട്? ആചാരാനുഷ്ഠാനങ്ങളൊന്നും മാറ്റണ്ട, മനുഷ്യന് ദ്രോഹകരമല്ലാത്തതൊന്നും മാറ്റണ്ട. വിവാഹ രീതിയോ മരിച്ചാലടക്കുന്ന രീതിയോ അതെല്ലാം തകർത്ത് കളഞ്ഞിട്ട് എല്ലാവരുടെയും പിടിച്ച് ഒന്നാക്കാനൊന്നുമല്ല. അങ്ങനെയൊന്നും സമത്വം കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ അതിലപ്പുറത്തേക്ക് ഈ വ്യത്യാസങ്ങൾ പോയാൽ ഭയങ്കര ശത്രുതയായിരിക്കും ഫലം. അതുകൊണ്ടാണ് മോശമായ ഇത്തരം ആചാരങ്ങൾ സമൂഹത്തിലേക്ക് വരുമ്പോൾ അതെല്ലാം പതിയെ പതിയെ മാറ്റിക്കളയാൻ ഒരു കർണാടകത്തിലൊരു ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ച് കൊലപാതകത്തിന്റെ വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആരാധനാലയങ്ങളെല്ലാം അതിൻ്റെ പിന്നിലെല്ലാം നടക്കുന്നത് മുഴുവൻ ശരിയാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് പറ്റില്ല. അങ്ങനെ അവിടെ സംഭവിക്കാൻ ദോഷം, അതല്ലാത്തടത്തും സംഭവിക്കാം. അതുകൊണ്ട് വിശ്വാസത്തിന്റെ പേരിൽ ഠാവട്ടത്തിൽ തളച്ചിടപ്പെട്ട് അവിടുന്ന് പറയുന്നത് മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവരല്ല, ചരിത്രബോധവും ശാസ്ത്രബോധവും ഉൾക്കൊള്ളുന്ന പൗരന്മാരായിട്ട് മാറുമ്പോഴേ ഗുരുദേവൻ പറഞ്ഞതുപോലെ പറയാൻ പറ്റും അല്ലേ? ജാതിഭേദം ഉണ്ടാവരുത്, എല്ലാവരും ഒരുമിച്ചായിരിക്കണം. അത് പറയാൻ ഈ സമൂഹത്തിന് കഴിയുന്നത് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുക, ശാസ്ത്രം പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് മാത്രമേ കരണീയമായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം ജാനകി എന്ന സിനിമയിലെ ഒരു കഥാപാത്രത്തിന് പേരിട്ട് എത്ര ലളിതമായി പോയി നമ്മുടെ സമൂഹം. എന്നിട്ട് ജാനകിയെ നീ ജാനകിയാക്കുന്നത്, ജാനകി നീ സീതക്ക് ജാനകി എന്നുള്ള പേരുണ്ടായിരുന്നു. എന്തൊക്കെ കുമാരനാശാന്റെ സീത, ചിന്താവിഷ്ടയായ സീത നിങ്ങൾ വായിച്ചിട്ടില്ലേ? എന്തൊരു വിമർശനമായിരുന്നു, അതെന്ത് സുഖാണത് വായിക്കാൻ. അതുകൊണ്ട് സീതയോട് രാമനോട് നമുക്ക് ദേഷ്യം തോന്നി. അരുതോർക്കൻ ഇവൻ വധിച്ചു നിഷ്കരണം ചെന്നൊരു ശുദ്രയോഗിയെ സഹജാർദ്രത ധർമ്മവാദിയാം മഹനീയാർദ്ര ഗുണങ്ങൾ ഭൂവനെ സഹധർമ്മിണിയാർക്കും മുമ്പുക സഹസാ വിട്ടു പിരിഞ്ഞു പോയിന്. ഈ രാമൻ ഇപ്പോൾ നല്ല എന്നെ കാട്ടിലയക്കുന്നതിന് മുമ്പ് തന്നെ രാമൻ ചീത്തയായി പോയിരുന്നു. ശംഭുകനെ പോയി വധിച്ചല്ലോ, താഴ്ന്നവൻ തപസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു സ്വഭാവം രാമൻ ഉണ്ടായിട്ടുണ്ട്, അത് ശരിയല്ല രാമന്റെ ആ ശീലം എന്ന് സീത വിമർശിച്ച് ഇന്നങ്ങാറ്റാണെങ്കിൽ കുമാരനാശാനെ വിളിച്ചുകൊണ്ടുവന്ന് കഥ വെച്ചിട്ടുണ്ടാവുമായിരുന്നു ഇല്ലേ? എന്നിട്ടാണ് ജാനകി എന്ന് പേരായി പോയി. അതിൻ്റെ ഒരു പങ്കാളിയുടെ പേര് ഒരു ക്രിസ്ത്യാനിയുടെ പേരായതുകൊണ്ട് അല്ലേ? എന്താ സെബാസ്റ്റ്യൻ ജാനകിയെ കല്യാണം കഴിച്ചതിനോട് കുഴപ്പം? സീതയല്ലല്ലോ, ഇന്ന് ജാനകിന്റെ പേരുള്ള ആളെയല്ലേ കല്യാണം കഴിക്കുന്നത്. എന്നിട്ടാ പറയുന്നത് ജാനകി. എന്നിട്ട് ആ പാവപ്പെട്ടവർ കുറെ പണം മുടക്കിയതുകൊണ്ട് അവസാനം ഒന്ന് ഈൽഡ് ചെയ്തു. എങ്ങനെയും ഇത് റിലീസ് ചെയ്യണ്ടേ, ഇല്ലെങ്കിൽ അന്തകന്മാര് അനുവാദം കൊടുക്കില്ല. അതുകൊണ്ട് പറഞ്ഞു ജാനകിയെ ഞങ്ങൾ നീ ജാനകിയാക്കിക്കൊള്ളാം. ഞാൻ വിചാരിക്കും എത്ര ലളിതമായി എൻ്റെ എല്ലാം ചെറുപ്പകാലത്ത് ഞാനെല്ലാം വളർന്നു വരുമ്പോൾ ഗുരുദേവന്റെയൊക്കെ ആശയങ്ങളൊക്കെ കേട്ട് അങ്ങനെയെല്ലാം പറയുന്നവർ മോശക്കാരാണ്, അങ്ങനെ ജാതി ഭ്രാന്തൊന്നും ഉണ്ടാവരുത്, മതഭ്രാന്ത് ഉണ്ടാവരുത് എന്നെല്ലാം പഠിച്ച് കതീശുമ്മയും അന്നമ്മച്ചാഴ്ത്തിയും കല്യാണിയമ്മയും ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു പാത്രത്തിൽ നിന്ന് വാരി നിന്ന് വളർന്നു വന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. നവോത്ഥാനത്തിന്റെ ആശയങ്ങൾ, ആ നവോത്ഥാന മൂല്യങ്ങൾ ഇന്ന് എത്ര തട്ടിപ്പറിക്കപ്പെടുകയാണ്. എല്ലാവരും ചുരുക്കി പോവുകയാണ്. ശരടിച്ചൊക്കെ പറഞ്ഞോട്ടെ, പക്ഷെ മതത്തിനും ജാതിക്കും എതിരായിട്ട് ഞാനൊന്നും ഇല്ലേപ്പാ, ഇവരില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഇവർക്കെതിരായിട്ടൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു പോവുക. എന്നിട്ട് 100 ആചാര രീതികൾ ഇവിടെ കൊണ്ടുവരികയാണ്. ഉത്തരേന്ത്യയിലൊക്കെ നടന്ന ചില ആചാര രീതികളൊക്കെ ഇവിടെ നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ കാണാത്ത എന്തൊക്കെയോ ഇവിടെ വരികയാണ്. അതുള്ളിടത്തെല്ലാം ചട്ടപ്പുറത്ത്, കോലുള്ളിടത്തെല്ലാം നമ്മൾ സാധാരണ പോകാറുണ്ട്. പക്ഷേ ഈ ശരിയല്ലാത്ത ആചാരങ്ങളുടെ പുറകെയും മലയാളി പിന്നെ ഇപ്പം ആഹാരം കഴിക്കാനുണ്ട്, വസ്ത്രം ധരിക്കാനുണ്ട്, പട്ടിണിയില്ല, ഇതൊന്നും ഇല്ലാത്തവർക്ക് പിന്നെ ഈ വർഗീയവാദികൾ പറയുന്നതിന്റെ പിന്നാലെ കുറച്ച് നടന്നാലും ഇപ്പൊ കുഴപ്പമില്ല. പക്ഷെ അതിന്റെ പിന്നാലെ ഇങ്ങനെ ആടുമാടുകളെ പോലെ പൈപ്പറിന്റെ കഥ പറഞ്ഞതുപോലെ നടന്നു പോയാൽ നമ്മളെ മുക്കിക്കൊല്ലും ഈ വർഗീയതയുടെ വിഷക്കയത്തിൽ. നമ്മുടെ കുഞ്ഞുങ്ങൾ പൂർണ്ണമായിട്ടും അനാഥരായി പോകും. അതുകൊണ്ട് നന്നായി ചിന്തിച്ച് വർഗീയതക്കും ജാതീയതക്കും എതിരെ സംസാരിക്കാൻ. ഞാൻ തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ ഒരു വീട്ടിൽ കയറിയിട്ട് ഒരു കൂട്ടർ പറഞ്ഞത് ശരീരത്തിൽ അവിടുത്തെ പാവപ്പെട്ട പെൺകുട്ടി, ഇത് ഇടതുപക്ഷത്തിന്റെ വീടായിരുന്നില്ല, അത് മുസ്ലിം ലീഗിനൊക്കെ വീട്ടിൽ വോട്ട് ചെയ്യുന്നൊരു വീട്, അവിടെ വീട്ടിലൊക്കെ ഉള്ളൊരു കുട്ടിയുണ്ട്. അവർക്കെന്തോ നമ്മുടെ കുഞ്ഞിനോട് പറഞ്ഞു, എന്നോട് സ്നേഹമുണ്ട് നമ്മളോട് പറഞ്ഞു ഇത്തവണ ടീച്ചർക്ക് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ടീച്ചർ കുഴപ്പമില്ല എന്ന് വിചാരിക്കുക, നീ വിചാരിക്കുന്ന പോലെ തന്നെ. പക്ഷെ അവരുണ്ടല്ല കമ്മ്യൂണിസ്റ്റുകാർ ഖുർആനിൽ മുദ്ര വയ്ക്കുന്നവരാണ്.
ഇത് പണ്ട് പറഞ്ഞിരുന്നതാ, പിന്നെ നിർത്തിയതാ. എന്നിട്ട് ഇപ്പൊ ആദ്യം പറയാണ് ഖുർആനിലെ മുദ്ര. അപ്പൊ ആ കുട്ടി പറഞ്ഞു പാർലമെന്റ് പോകുന്നിടയിൽ മൂത്ര വയ്ക്കാനൊന്നുമില്ല, അവിടെ വേറെ ചർച്ചയും കാര്യമെല്ലാം നയിക്കുമെന്ന് ആ കുഞ്ഞുമോട് പറഞ്ഞു. അത് നമ്മൾ അറിഞ്ഞത് കൊണ്ടാണല്ലോ, അറിയാത്ത എത്ര സ്ഥലം എന്ത് ബാലിശമായിട്ടാണ് പറയുന്നത്. അപ്പൊ പറഞ്ഞു ടീച്ചർ നല്ലതാണെങ്കിൽ മറ്റേ ടീച്ചർ ആരെങ്കിലും ഖുർആനിലെ മുദ്രയിലൂടെ കമ്മ്യൂണിസ്റ്റ് എന്തൊരു വർത്തമാനം, എന്തൊരു നുണയാണത്. അങ്ങനെ ചെയ്യില്ല. പുരോഗമനാശയമാണ് അവരുടേത്. നമ്മളെല്ലാം ഒന്നിച്ചു നിൽക്കണമെന്നാണ് അവർ പറയുന്നത്. മതവിശ്വാസത്തിന് അവർ എതിരല്ല എന്നെല്ലാം പറയുന്ന ആളാളുണ്ട്. അവരെ തലേന്ന് നമ്മളൊന്നും മിണ്ടണ്ട അല്ലേ, പറഞ്ഞോട്ടെ. നമ്മളെല്ലാം മിണ്ടിയാലും മറ്റേ വല്ലാണ്ട് മതത്തിൽ പിടിച്ച് നടക്കുന്നവർ നമ്മളോട് ദേഷ്യം വന്നാലോ എന്നൊരു തോന്നലൊന്നും ഉണ്ടാവേണ്ടതില്ല. അതുകൊണ്ട് കുറച്ച് പറയാൻ കഴിയുന്ന ആളുകളെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതേ മരുന്നുള്ളൂ. അതേ നവോത്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ മാറുള്ളൂ. ശരി. യോഗത്തിന് നന്ദി പറയുന്നതിനായി സഖാവ് ക്ഷണിച്ചു.